നമസ്കാരം. നാട്യതിലകം ഗോപികൃഷ്ണന് പകരക്കാരനായി ഇവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ കാവ്യമാധവൻ കുറുപ്പിനോടൊപ്പം ഒരു നൃത്തം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കലാപരിപാടികളിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് പ്രാതിനിധ്യം നൽകിയ കുറുപ്പ് സാറിന് എൻ്റെ നന്ദി. ഈ ഡാൻസ് ചെയ്യാൻ ചാൻസ് തന്നതിന് താങ്ക്സ്. അപ്പൊ തുടങ്ങിയില്ലേ? അതെ ഹലോ. അതെ, നമ്മുടെ തോട്ടക്കാരനില്ലേ ജയസൂര്യ കുറുപ്പ്, ആ, അയാൾക്ക് ഭയങ്കര സങ്കടം. ഡ്രൈവറിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചില്ലേ, അതുപോലെ അയാൾക്ക് ഇവിടെ വന്ന് ഇവരോടൊക്കെ സംസാരിക്കണമെന്നുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, വീട്ടിലെ പാചകക്കാരനെയും പറമ്പിൽ കളിക്കുന്നവരൊക്കെ വിളിച്ചു വരുത്തി സംസാരിപ്പിക്കും. ഹാ, അതുപോലെയാണോ ജയസൂര്യ കുറുപ്പ്? അയ്യോ അല്ല, അവർക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉണ്ട്. അയാളിലും അത്യാവശ്യം കലയൊക്കെ ഉണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു ദിവസമായിട്ട് എനിക്ക് അയാളെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അയാളെ വിളിക്കാൻ പോവാ. ജയസൂര്യ കുറുപ്പ്. നമസ്കാരം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു തോട്ടക്കാരനാകേണ്ടി വന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് കുറച്ച് മിമിക്രിയും ഡാൻസും പാട്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു സദസ്സിൽ എനിക്കും ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് വേണം. നന്ദി, നമസ്കാരം. എടാ ഡ്രൈവറെ, വന്നേ. ആ നാട്യതിലകം ഗോപികൃഷ്ണന് ആപ്പിൾ ജ്യൂസിൽ എലിപ്പാഷാണം കലക്കി കൊടുത്താൽ ഹോസ്പിറ്റലാക്കിയിട്ടാണ് താൻ ഈ ചാൻസ് തട്ടിയെടുത്തെന്ന് ഞാൻ നാട്ടുകാരോട് പറയട്ടെ. താൻ ഷൈൻ ചെയ്തോ, പക്ഷെ എന്നെ ചവിട്ടി തേച്ചിട്ടാ വരുന്നത്, മനസ്സിലായല്ലോ. എനിക്കും ഡാൻസ് ചെയ്യാൻ ചാൻസ് തരണം. എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്, മനസ്സിലായില്ലേ? ഓക്കെ, തൽക്കാലം താൻ ഡാൻസ് ചെയ്തോ. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? അയ്യോ, എന്നാ നീ തന്നെ ചെയ്യേണ്ടി വരും. അത് വേണ്ട, താൻ ചെയ്യും. തന്റെ സ്റ്റെപ്സ് ഒക്കെ ഞാൻ അപ്പുറത്തൊന്ന് വീക്ഷിക്കട്ടെ. ഓക്കെ, ടൈമിംഗ് ഒന്നും തീരെ പോരാ. ഇതൊക്കെ തനിക്ക് ഡാൻസ് ചെയ്ത് നശിപ്പിക്കാനല്ല കുറുപ്പേട്ടൻ മേടിച്ചു വെച്ചേക്കണേ. ഭാവനെ നമുക്ക് അടുക്കളയിലേക്ക് പോവാം, ഇവിടെ ഭയങ്കര തണുപ്പാ.